പുതുവർഷമായി ഹായ് പുതുശോഭയെത്തി പാവനാത്മാവിനോടൊപ്പം പുതുതായി തുടങ്ങിടാം സർവം. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ മത്തായി 12:5 വലിയൊരു ചോദ്യം മിശിഹ തന്നെ ഇടുകയാണ്. സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിച്ച് ആരാധിക്കുന്നു. അങ്ങനെ പക്ഷേ എങ്കിലും അവർ കുറ്റമറ്റവരായി അറിയപ്പെടുന്നു. കാരണം എന്താ? രഹസ്യം എന്താ? ആരാധിക്കാൻ വേണ്ടി ജീവിച്ചാൽ അവർ പിന്നെ നിയമമല്ല. പക്ഷേ നാം നിലനിൽക്കാൻ വേണ്ടി, നേടാനും വാരിക്കൂട്ടാനും വേണ്ടി നമ്മൾ ആരാധിക്കുകയാണ്. നേർച്ച കൊടുത്ത് പണം കൊടുത്ത് നേടാൻ വേണ്ടി ആരാധിക്കുന്നവന് നിയമമുണ്ട്, ആരാധിക്കാൻ വേണ്ടി ജീവിതം അർപ്പിക്കുന്നവന് നിയമമില്ല. നീ ആരാധിച്ചിട്ടും ദുഃഖിതനായിരിക്കുന്നതിൻ്റെ കാര്യം, കുറ്റമുള്ളതിൻ്റെ കാര്യം, നീ നേടാൻ വേണ്ടി ആരാധിക്കുന്നു. എന്നാൽ നമ്മിൽ ചിലർ നിലനിൽക്കുന്നത് തന്നെ ആരാധിക്കാനാണ്. നമ്മുടെ ജീവിതം തന്നെ ആരാധനയാക്കി മാറ്റിയാൽ നിയമമില്ല, ഭാരമില്ല, വിഷാദമില്ല. പക്ഷേ ഇത് എളുപ്പമല്ല. ആത്മാവിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ ഉടയാട് അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് പറയാം, കർത്താവേ, ആരാധിക്കാൻ വേണ്ടി മാത്രം ജീവിച്ച് ഇന്നത്തെ ദിവസം എൻ്റെ ഭാരവും ഉത്കണ്ഠയും മാറ്റാൻ എനിക്കിടയാകണമേ. ആമേൻ. ആമേൻ. ആമേൻ.